ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏതൊരു സിറ്റുവേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്, മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസനേറ്റ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. എന്താണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. ഒരുപക്ഷെ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം, പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ വഴക്കടിച്ച് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും, ഒരുപാട് നാളുകളായി നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന ഒരു സൂചനയാണ്. നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഒരു കുടുംബമാകാൻ, ഫാമിലി ആകാൻ, അല്ലെങ്കിൽ സന്തോഷമായിരിക്കാൻ ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പാണിത്. ചില പേർക്ക് പ്രപ്പോസൽ വന്ന ഒരു കാര്യമായിരിക്കാം ഇത്. അപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പാണിത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ റിഗ്രറ്റാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. റിഗ്രറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാണ്, നിങ്ങളെക്കുറിച്ചൊരു വിവരവും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഈഗോ കൊണ്ട് ബ്ലോക്ക് ചെയ്തതായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങൾ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഈ വ്യക്തി റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ഇവിടെ 9 ഓഫ് കപ്സ് ആണ് കിട്ടുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ വ്യക്തി ഒരുപാട് സ്വാർത്ഥമതിയായിട്ട് നിന്നിട്ടുണ്ടാവും. ആ വ്യക്തിയുടെ കാര്യങ്ങളാണ് ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിയുടെ കുടുംബം ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നിരിക്കണം. ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നിരിക്കണം. നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആ വ്യക്തി തന്നിട്ടില്ല. സെൽഫിഷ്നെസ് നിങ്ങൾക്ക് പല പ്രാവശ്യം അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ തമ്മിൽ കാസ്റ്റ്, റിലീജിയനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നിരുന്നാലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാതെ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കാം വേറൊരാൾക്ക് ആ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നിങ്ങളോടാണ് കൂടുതലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താണ് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വസ്തുത എന്ന് നോക്കുമ്പോൾ അവിടെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വേറൊരാൾ ലൈഫിൽ ഉണ്ടാവുകയും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത് കൊണ്ടാണ് നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ ഈ വ്യക്തിക്ക് പറ്റാത്തത്. നിങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയവും ആയിരിക്കാം ഒരു പക്ഷേ. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതായിരുന്നു. പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ ഡിവൈൻ കാണിച്ചു തരുന്നത്. അതാണ് ഡെത്ത് കാർഡ്. അതായത് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ് പറയുക. കാരണം ഇത് അവസാനിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്.
അപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ വേറൊരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫാമിലി ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, പാരൻസ്, അങ്ങനെ എന്ത് സിറ്റുവേഷൻ. ചിലപ്പോൾ ജോലിയോട് കൂടുതലായിട്ട് മമതയുള്ള ആളായിരിക്കാം, ബിസിനസ്സിൽ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാനായിട്ട് ആ വ്യക്തിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവിടെ കുറേ കാര്യങ്ങൾ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുമുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴത്തെ ആ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ ഒരു സൈക്കിൾ അവസാനിച്ചു. പക്ഷേ ഒരു ഫേസ് അവസാനിച്ച റിലേഷൻഷിപ്പാണ്. പക്ഷെ അത് വീണ്ടും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ഓർത്ത ആ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് വലിയൊരു വാല്യൂവോ പ്രാധാന്യമോ ഒന്നും കൽപ്പിച്ചിട്ടില്ല. ആ വ്യക്തി വളരെ സെൽഫിഷായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു റിലേഷൻഷിപ്പ്, എൻഡായിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങി ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വളരെ നല്ലൊരു ലൈഫ്, അതാണ് വ്യക്തിയുടെ ഡ്രീം എന്ന് പറയുന്നത്. ഇവിടെ അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പുതിയ നല്ല ഒരു സന്തോഷമുള്ള ഒരു ലൈഫ് തരണം എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടാവാം, വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടാവാം. അതെല്ലാം നിങ്ങളിലേക്ക് സമാധാനവും ഐശ്വര്യവും അബണ്ടൻസും ഒക്കെ വരുന്നുണ്ടെന്നുള്ളൊരു സൂചനയാണ്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അബണ്ടൻസ്. ഈ വ്യക്തി വരുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ്, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻസ്, മറ്റുള്ളവർ നിങ്ങൾ സെപ്പറേറ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ്, ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബ്ലാക്ക് ഈവിൾ ഐ അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത് വേറൊരാളായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും എത്തപ്പെടുന്നത്. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വഴികാട്ടിയാവാം, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ നെഗറ്റിവിറ്റിയെ മാറ്റി നിങ്ങളെ ഒന്നിപ്പിക്കാൻ തക്കതായിട്ടുള്ള കരുത്തുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനോടൊപ്പം തന്നെ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ വരുന്നതാണ് നിങ്ങൾക്കൊരു മാർഗദർശിയായിട്ട്. ഇനി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ കൊണ്ട് നിറയുന്നതാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ മനസ്സിലാക്കൽ ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം വിജയം തന്നെയാണ്. അത് ഫ്യൂച്ചറിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്, നിങ്ങളെ മനസ്സിലാക്കലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാല്യൂ ആ വ്യക്തി തരുന്നുണ്ട്. ഈ വാല്യൂ തരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹാൻഡ്സം ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ട് ആ വ്യക്തി ചിന്തിക്കുകയാണ്, എത്ര നന്നായിട്ടായിരിക്കുന്നത്, സങ്കടമൊന്നും ഇല്ലേ, അങ്ങനെ അത്രയും നിങ്ങൾ പ്ലസൻ്റ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാരണം കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ ഈ വ്യക്തിയുടെ സ്നേഹം ഉണ്ടാവും, പക്ഷെ നിങ്ങളും ചിലപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും ആ പേഴ്സണിൽ നിന്ന്. ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം, പക്ഷേ ഈ വ്യക്തി കാരണം കൊണ്ട് എനിക്ക് സങ്കടപ്പെട്ടിരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതിലേക്ക് മാറിയിട്ടുണ്ടാവും. ചില പേരെങ്കിലും സ്വന്തം ജോബ്, കരിയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്കൊക്കെ എന്തായാലും തിരിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ വ്യക്തി വരുന്നത് നോക്കി നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡായി നിൽക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഏറ്റവും നല്ല കാര്യമാണ്.
കാരണം പിരിഞ്ഞിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇത് പിരിഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല കേട്ടോ. ഇവിടെ പേഴ്സണൽ നെയിം ആർ എന്ന് കിട്ടിയിട്ടുണ്ട്, ജെ എന്ന് കിട്ടിയിട്ടുണ്ട്, എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത്, എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഒ, ക്യു, എം, ഇസെഡ്, ഇ. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. 41, 42, ഏജ് ആവാം, ടോൾ ആയിട്ടുള്ള പേഴ്സൺ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, മെമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. സ്മൈൽ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലുള്ള പേഴ്സണാണ്. റെഡ് കളർ ആ വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ചേർട്ടി, നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. ചേർട്ടി 9 ഏജ് ആവാം. ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ. 12 എന്നൊരു ഡേറ്റ്, 9, 46, വൈറ്റ് കളർ, റൗണ്ട് ഫേസ്. Capricorn, 14, parents is brother, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത്. കോട്ടയം, തിരുവനന്തപുരം, കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, ബാംഗ്ലൂർ, കണ്ണൂർ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. 3 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കാം, തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കാം, ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോ നീഡ് ടു വറി. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, ഏഞ്ചൽ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ ടേക്ക് ആക്ഷൻ, നിങ്ങൾ ആക്ഷൻ എടുക്കൂ, മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.